അപ്പോൾ നമുക്കൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവിടുത്തെ യാത്ര തുടങ്ങാം, അല്ലെ? അപ്പോൾ നമ്മൾ വിഴിഞ്ഞത്ത് തെക്കേ മുനമ്പിൽ നിന്നുകൊണ്ട് ഫാദർ നിക്കോളാസിന്റെയും ഇമാം ഹക്കീമിന്റെയും ഒപ്പം മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നമ്മൾ ഇന്നത്തെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത് നമ്മളുടെ യാത്ര ആരംഭിക്കുന്നു. അപ്പൊ സ്വന്തം നെഞ്ചിൽ കൈവച്ച് നമ്മൾ ഈ പ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോകുന്നു. റെഡി? ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമ്മൾ തുടങ്ങുന്നു. ഫാദർ തുടങ്ങാമല്ലോ? ഫാദർ ഓക്കെ. ഫാദർ ഇമാം ഇങ്ങോട്ട് നിന്നാട്ടെ. ഫാദർ ഓക്കെ. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നോക്കൂ, ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ആഹ്വാനമായ ഒരു പ്രതിജ്ഞയായിട്ട് തന്നെ മാറണം. നമ്മൾ തുടങ്ങുന്നു. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ചടങ്ങ് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഫാദറും ഇമാമും ചേർന്ന് ഉദ്ഘാടനം ചെയ്താണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇമാം, മതപരമായ എല്ലാ ഹദീസുകളും ലഹരിക്കെതിരെയും വ്യാജമായിട്ട് മനുഷ്യനെ കൊല്ലുന്നതിനെതിരെയും തിന്മയ്ക്കെതിരെയുമുള്ള പോരാട്ടമാണ്, അല്ലേ? എല്ലാ മതക്കാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വിശുദ്ധ ഇസ്ലാമാണെങ്കിലും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത് ഹറാം എന്നുള്ളൊരു വാക്കിലൂടെ അത് വളരെ പ്രസക്തമായി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലും ഹദീസിലൊക്കെ. അതൊക്കെ അനുസരിച്ച് സമൂഹം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സംസ്കാരമുള്ള മനുഷ്യനായി ഇവിടെ ജീവിക്കാനും ഏറ്റവും നല്ല രീതിയിൽ മരണപ്പെടാനും സാധിക്കും. അതിന് വിപരീതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് MDMA ഈ കുത്തൊഴുക്ക് ഇതിന്റെ ഉറവിടം കണ്ടെത്തി, ഇതിന്റെ ഗവൺമെന്റും പോലീസൊക്കെ അതിന്റെ ഉറവിടം കണ്ടെത്തി തുടച്ചു നീക്കണമെന്നാണ് പറയാനുള്ളത്. അതിനാൽ ഈ റിപ്പോർട്ട് ചാനൽ ഈ വലിയൊരു മുദ്രാവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എല്ലാ ഭാവങ്ങളും നേരുകയാണ്. ഫാദർ, മതപരമായിട്ടാണെങ്കിലും ശരി, ഈ കൃത്രിമ ലഹരിയിലൂടെ ജീവിതം കൊണ്ടുപോകുന്നതിനെതിരെ ഒരുപാട് വ്യാഖ്യാനങ്ങളില്ലേ ബൈബിളിൽ തന്നെ? അതെ, ഉണ്ട്. കാരണം മനുഷ്യ ജീവിതം പരസ്പരം സഹോദരങ്ങളായി ജീവിക്കുക, അതാണ് എല്ലാ മതങ്ങളും ക്രിസ്തുമതവും പറയുന്നത്. അപ്പൊ ആ സാഹോദര്യത്തിനെതിരെ വരുന്ന ഒരു അടിയൊഴുക്കുകളാണ്, അല്ലെങ്കിൽ അതിനെ തകർക്കാനുള്ള ഛിദ്രശക്തികളുടെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം മാറ്റിയേ മതിയാവുള്ളൂ. അതിൽ പ്രധാനമായിട്ടും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് ഉറവിടം വരുന്ന സ്ഥലം അത് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വിൽക്കുന്ന കടകളുണ്ട്. അവർ മരണം വിൽക്കുന്നവരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. കാരണം കടകളിൽ മരണത്തിന്റെ വ്യാപാരികളാണ്. അതെ, മരണ വ്യാപാരികളാണ്. അവർ മരണം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കടകൾക്ക് ലൈസൻസ് കൊടുക്കരുത്, കടകൾ പൂട്ടിക്കണം. കാരണം ഇത് കൂടുതൽ സംലഭ്യമാകുമ്പോഴാണ് ആളുകൾ ഇതിനുവേണ്ടി പ്രലോഭിതരാകുന്നത്. ഇപ്പൊ ഇവിടെ മദ്യം ഒഴുകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സാധനം അടുത്തുണ്ടെങ്കിൽ ആളുകൾ ഒന്ന് വാങ്ങിച്ച് കുടിക്കും. അത് അവരുടെ ഒരു ശൈലിയായിപ്പോയി. അതില്ലാതിരുന്നു കഴിഞ്ഞാൽ, അത് ദൂരെ ആയി കഴിഞ്ഞാൽ അവർ ഒരു പ്രാവശ്യമേ പോവുള്ളൂ, കൂടിയ 2 പ്രാവശ്യം അതിനപ്പുറത്ത് പോകത്തില്ല. അങ്ങനെയുള്ള ഒരു രീതിയും സംവിധാനവും ഒക്കെ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ ഈ രാത്രി കാലങ്ങളിൽ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അത് കർശനമായിട്ടും നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പരിശോധന ആവശ്യമാണ്. അതെ, അത് അത്യാവശ്യമാണ്. കാരണം ഈ മതിൽ തന്നെ അവർക്ക് പലപ്പോഴും ഒരു അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവർക്കൊരു സുഖകരമായ അവസ്ഥയായി. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നല്ല ലൈറ്റൊക്കെ ഇട്ട് അവിടെ നിന്ന് ഇതുപോലെ വണ്ടി വെളിയിൽ നിന്ന് വരുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുകയും ഇതൊക്കെ ചെയ്യണം. പിന്നെ പോലീസും ഡിപ്പാർട്ട്മെന്റുകളും ഇപ്പൊ ബോധവൽക്കരണവും അവർ നന്നായിട്ട് ചെയ്യുന്നു, നമ്മളോടൊപ്പം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് അവരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഒരു സംയമനം പാലിച്ചുകൊണ്ട്, എല്ലാ ഇരുകൂട്ടരും സംയമനം പാലിച്ചുകൊണ്ട് അവരെ ബോധവൽക്കരിച്ച് കുറച്ചുകൂടെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം. കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫാദർ പറഞ്ഞതുപോലെ മരണത്തിന്റെ വ്യാപാരികളായവരെ നിങ്ങൾക്കെതിരെ കേരളത്തിന്റെ സമൂഹം തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ നിയമപരമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ നിയമ സംവിധാനം
കുറച്ചെന്ന് 1/4 കിലോ 1/2 കിലോ അല്ലെ 100 ഗ്രാം വന്നു കഴിഞ്ഞാൽ അവരെ ജാമ്യത്തിൽ വിടാനുള്ള വകുപ്പുണ്ടെന്നാണ് പറയുന്നത്. നിയമം കർശനമാണ്. നിയമം കർശനമാക്കണം. ഇവിടെ 10 കിലോ 15 കിലോ പിടിച്ചവൽ മാത്രമേ ജയിലിടത്തുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ഈ കാരിയർമാർ ഇത്രയും വലിയ രീതിക്ക് ഈ ഇതിനെ കൊണ്ട് വിപണനം നടത്തുകയും ഈ സമൂഹത്തിൽ നശിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിയമ സംവിധാനങ്ങൾ മാറി അവർ തക്കതായ ശിക്ഷകൾ കൊടുത്താലേ ഇതിനൊരു അറുതി വരുത്തുള്ളൂ. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ